വിഷപർവ്വരാജാവിന് ശുക്രമഹർഷിയുടെ നിബന്ധന സമ്മതിക്കുകയല്ലാതെ വേറെ വഴിയില്ലായിരുന്നു. അങ്ങനെ ദേവയാനിയുടെ ദാസിയായി സേവിക്കാൻ ശർമ്മിഷ്ഠരാജകുമാരി നിർബന്ധിതയായി. പക്ഷേ ഈ അപമാനം ഒരു അനുഗ്രഹമായി മാറി. ശർമ്മിഷ്ഠ കുളത്തിൽ തള്ളിയിട്ടപ്പോൾ ദേവയാനിയെ രക്ഷിച്ച ആൾ ചന്ദ്രവംശിയായ യയാതി ആയിരുന്നു. രക്ഷാപ്രവർത്തനത്തിനിടെ യയാതി ദേവയാനിയെ അവളുടെ കയ്യിൽ പിടിച്ചിരുന്നു. കന്യകയായ എന്റെ കയ്യിൽ താങ്കൾ പിടിച്ചതുകൊണ്ട് എന്നെ ഭാര്യയായി സ്വീകരിക്കാൻ നിങ്ങൾ ബാധ്യസ്ഥനാണ് എന്ന് ദേവയാനി യയാതിയോട് വേദഗ്രന്ഥങ്ങൾ ഉദ്ധരിച്ചു പറഞ്ഞു. അങ്ങനെയാകട്ടെ. വേദങ്ങളെക്കുറിച്ച് നന്നായി അറിവുള്ള യയാതി പറഞ്ഞു. യയാതി ശുക്രന്റെ ആശ്രമത്തിലെത്തി അദ്ദേഹത്തിന്റെ അനുഗ്രഹത്തോടെ ദേവയാനിയെ നിയമപരമായി വിവാഹം കഴിച്ച ഭാര്യയായി തന്റെ രാജ്യത്തിലേക്ക് കൊണ്ടുപോയി. ശർമ്മിഷ്ഠയുടെ ദേവയാനിയോടുള്ള അപമാനം തുടർന്നു. എന്റെ വേലക്കാരി എന്നെ അനുഗമിക്കട്ടെ. ശർമ്മിഷ്ഠയ്ക്ക് ദേവയാനിയെ ഭർത്താവിന്റെ വീട്ടിൽ വേലക്കാരിയായി അനുഗമിക്കുകയല്ലാതെ വേറെ വഴിയില്ലായിരുന്നു.